Hello students, Dynamics of Machinery 6th മൊഡ്യൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾക്ക് ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ഷാഫ്റ്റായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രോബ്ലം, എ ഷാഫ്റ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആൻഡ് ഈസ് ഓഫ് 40 mm in diameter and 2.5 meter in length. The shaft carries 3 point loads of masses 20 kg, 80 kg and 40 kg at 0.5 meter, 1 meter and 1.5 meter respectively from left support. The weight of the shaft per meter length is given as 74 Newton. The Young's modulus for material of the shaft is 200 giganewton per meter square. Find the critical speed of the shaft. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾക്ക് ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ദി ഷാഫ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾക്ക് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് വായിച്ച് ഇതായിട്ട് ബന്ധപ്പെട്ട ഗിവൺ ഡാറ്റയും അതേപോലെ ഫിഗറും വരയ്ക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, ദി ഷാഫ്റ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്. അതായത് നമ്മൾക്കൊരു ഷാഫ്റ്റ് ഉണ്ട്, അത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ഷാഫ്റ്റ് കാണിക്കാം, അത് രണ്ട് എൻഡുകളിലും സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് ഈസ് ഓഫ് 40 mm ഇൻ ഡയമീറ്റർ. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 40 mm ആണ്. അത് നമ്മളെടുത്ത് എഴുതി D = 40 mm, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.04 മീറ്റർ. ഇനി ആൻഡ് 2.5 മീറ്റർ ഇൻ ലെങ്ത്. അപ്പോൾ ലെങ്ത് L 2.5 മീറ്റർ. അപ്പോൾ രണ്ട് സപ്പോർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2.5 മീറ്റർ ആണ്. ഇനി ദി ഷാഫ്റ്റ് ക്യാരീസ് 3 point loads of masses 20 kg, 80 kg and 40 kg at 0.5 meter, 1 meter and 1.5 meter respectively from left support. അപ്പോൾ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 0.5 മീറ്റർ മാറി 20 കിലോഗ്രാമും, ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 1 മീറ്റർ മാറി 80 കിലോഗ്രാമും, അതേപോലെ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 1.5 മീറ്റർ മാറി 40 കിലോഗ്രാമും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾക്ക് ഫസ്റ്റ് മാസിനെ W1, സെക്കൻഡ് മാസിനെ W2, അതേപോലെ തേർഡ് മാസിനെ W3 എന്ന രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. W1 = 20 കിലോഗ്രാം, W2 = 80 കിലോഗ്രാം, W3 = 40 കിലോഗ്രാം. അതിൻ്റെ ഓരോ ലെങ്ത്തുകൾ നമ്മളിവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസ്, ദി വെയ്റ്റ് ഓഫ് ദി ഷാഫ്റ്റ് പെർ മീറ്റർ ലെങ്ത് ഈസ് ഗിവൺ ആസ് 74 ന്യൂട്ടൺ. അതായത് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ലോഡ് അല്ലെങ്കിൽ വെയ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്ത് 74 ന്യൂട്ടൺ ആണ്. സോ നമ്മൾക്കത് സ്മോൾ w ആണ്, അത് നമുക്ക് എഴുതാം. സ്മോൾ w = 74 ന്യൂട്ടൺ പെർ മീറ്റർ. നെക്സ്റ്റ് സെൻറ്റൻസ്, യങ്സ് മോഡുലസ് ഫോർ മെറ്റീരിയൽ ഓഫ് ദി ഷാഫ്റ്റ് ഈസ് 200 giganewton per meter square. That is E. E = 200 giganewton per meter square. That is equal to 200 × 10⁹ Newton per meter square. അപ്പോൾ ഇതാണ് ഗിവൺ ഡാറ്റ. ഇനി നമ്മൾക്ക് ക്രിട്ടിക്കൽ സ്പീഡ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫൈൻഡ് ഔട്ട് ചെയ്യാം. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I = πd⁴ ഡിവൈഡഡ് ബൈ 64. ഡയമീറ്റർ D 0.04 ആണ്. അത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾക്ക് 1.256 × 10⁻⁻7 m⁴ എന്നുള്ളത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്ക് ഡങ്കർലീസ് മെത്തേഡിൽ അനുസരിച്ചാണ് നമ്മൾക്ക് ഇവിടെ ക്രിട്ടിക്കൽ സ്പീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഡങ്കർലീസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. നാച്ചുറൽ ഫ്രീക്വൻസി Fn = 0.4985 ഡിവൈഡഡ് ബൈ √Δ1 + Δ2 + Δ3 + Δs ഡിവൈഡഡ് ബൈ 1.27. ഇതിൽ Δ1 എന്ന് പറയുന്നത് W1 ലോഡിന് താഴെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ്. അതേപോലെ Δ2നും Δ3യും W2നും W3നും താഴെയുള്ള ഡിഫ്ലക്ഷനാണ്. അതേസമയത്ത് സെൽഫ് വെയ്റ്റ് കാരണം മിഡിൽ ഉണ്ടാകുന്ന ഷാഫ്റ്റിൻ്റെ മിഡിൽ പോർഷനിലുണ്ടാകുന്ന മാക്സിമം ഡിഫ്ലക്ഷനാണ് Δs എന്നുള്ളത്. ഇത് നമ്മൾ തിയറി പോർഷനിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സോ നമ്മൾക്കിനി Δ1, Δ2, Δ3 അതേപോലെ Δs ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ Δ1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. W1 A² × B² ഡിവൈഡഡ് ബൈ 3EIL. ഇതിൽ നമ്മൾക്ക് W1 നമുക്ക് തന്നിട്ടുണ്ട് 20 കിലോഗ്രാം ആണ്. അത് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 20 × 9.81. ഇതിൽ A എന്ന് ഉദ്ദേശിക്കുന്നത് W1 എന്നുള്ള ലോഡ് ലെഫ്റ്റ് സൈഡിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണെന്നുള്ളത് 0.5 ആണ്. അതേസമയത്ത് B എന്നുള്ളത് റൈറ്റ് എൻഡിൽ നിന്ന്, അതായത് റൈറ്റ് സപ്പോർട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി എന്നുള്ളതാണ്. അത് നമ്മൾക്ക് 2 ആണെന്നുള്ളതും അറിയാം. സോ നമ്മൾ എയുടെ സ്ഥാനത്ത് 0.5ഉം ബിയുടെ സ്ഥാനത്ത് 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇയുടെ വാല്യൂ 200 × 10⁻⁹ ആണ്. നമ്മൾ 1.256 × 10⁻⁷ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്.
ടോട്ടൽ ലെങ്ത് L 2.5 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മൾക്ക് കിട്ടുന്നതാണ് Δ1 = 1.04 × 10⁻³ മീറ്റർ എന്നുള്ളത്. ഇനി നമ്മൾക്ക് Δ2 ഫൈൻഡ് ഔട്ട് ചെയ്യാം. Δ2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ W2 മാത്രം എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാ ലോഡുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു 80 കിലോഗ്രാമാണ് W2. അതിന് നമ്മൾ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 80 × 9.81 ചെയ്തു. ഇനി എയും ബിയും അറിയണം. എ എന്ന് പറഞ്ഞാൽ 80 കിലോഗ്രാം ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അത് 1 മീറ്റർ ആണ്. അതേ സമയത്ത് ബി എന്നുള്ളത് റൈറ്റ് സപ്പോർട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്, അത് 1.5 മീറ്റർ ആണ്. സോ എ എന്നുള്ളത് 1 മീറ്ററും ബി എന്നുള്ളത് 1.5 ആണ്. അതിവിടെ എയുടെ സ്ഥാനത്തും ബിയുടെ സ്ഥാനത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ട് കാണാം. ഇനി ഇ എന്നുള്ളത് 200 × 10⁻⁹. ഐ നേരത്തെ പറഞ്ഞ തന്നെ 1.256 × 10⁻⁷, ടോട്ടൽ ലെങ്ത് 2.5. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Δ2ൻ്റെ വാല്യൂ കിട്ടുന്നതാണ് 9.37 × 10⁻³ മീറ്റർ. സെയിം രീതിയിൽ Δ3 ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് W3യുടെ മാത്രം കൺസിഡർ ചെയ്ത് നമ്മൾ Δ3 ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ W3 എന്ന് പറഞ്ഞാൽ 40 ആണ്. 40 × 9.81. എ എന്നുള്ളത് 1.5 മീറ്ററും ബി എന്നുള്ളത് 1 മീറ്ററുമാണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിനോമിനേറ്റർ ടേംസ് നേരത്തെ പറഞ്ഞ അതേ ടേംസ് തന്നെയാണ്, സെയിം വാല്യൂസ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് Δ3യുടെ വാല്യൂ കിട്ടുന്നതാണ് 4.69 × 10⁻³ മീറ്റർ. ഇനി അടുത്തത് സെൽഫ് വെയ്റ്റ് കാരണമുള്ള ഡിഫ്ലക്ഷൻ ആണ്. സെൽഫ് വെയ്റ്റ് കാരണം മിഡിൽ ഉണ്ടാകുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞു. നമുക്ക് സെൽഫ് വെയ്റ്റിനെ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് ദി മിഡിൽ പോയിൻറ്റിൻ്റെ ഇക്വേഷൻ ആണ് 5/384 W × L⁴ ഡിവൈഡഡ് ബൈ EI. ഇവിടെ സ്മോൾ w ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് 74 ആണെന്ന് ഡയറക്റ്റ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാ ടേംസും നമുക്കറിയാവുന്നതാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 5/384 × 74 × 2.5 all⁴ all divided by 200 × 10⁻⁹ × 1.256 × 10⁻⁷. അങ്ങനെ Δsൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നതാണ് 1.498 × 10⁻³ മീറ്റർ എന്നുള്ളത്. ഇനി നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് ഡങ്കർലീസ് മെത്തേഡ് അനുസരിച്ചുള്ള ഇക്വേഷൻ അറിയാം. Fn = 0.4985 ഡിവൈഡഡ് ബൈ √Δ1 + Δ2 + Δ3 + Δs ഡിവൈഡഡ് ബൈ 1.27. ഇവിടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണുന്നത്. നമ്മൾക്ക് കിട്ടുന്നതാണ് Fൻ്റെ വാല്യൂ 3.91 ഹെർട്സ്. നമുക്കറിയാം ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ വാല്യൂ ആണ് 3.91. അതിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഈ ഒരു വാല്യൂവിനെ നമ്മൾ RPM ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ × 60 ചെയ്താൽ മതി. ഓക്കെ, അതാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ സ്പീഡ് NC = Fn × 60. ദാറ്റ് ഈസ് 3.91 × 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 234.6 RPM. അതായത് ക്രിട്ടിക്കൽ സ്പീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, × 60 ചെയ്താൽ നമുക്ക് RPMൽ ക്രിട്ടിക്കൽ സ്പീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് പ്രോബ്ലം. Calculate whirling speed of a shaft 20 mm diameter and 0.5 meter long carrying a mass 1 kg at its midpoint. Density of shaft material is 50 kg per meter cube and Young's modulus is 200 giganewton per meter square. Assume the shaft to be freely supported. ഇനി നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലത്തിലുള്ള ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാം. ഫസ്റ്റ് വൺ ഡയമീറ്റർ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് 20 mm ഡയമീറ്റർ എന്നുള്ളത്. സോ D = 20 mm, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02 മീറ്റർ. സെയിം സെൻറ്റൻസിൽ ഷാഫ്റ്റിൻ്റെ ലെങ്ത് അതായത് 0.5 മീറ്റർ ലോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെങ്ത് L = 0.5 മീറ്റർ. ഇനി ഇറ്റ് ക്യാരീസ് എ മാസ് 1 കിലോഗ്രാം അറ്റ് ഇറ്റ്സ് മിഡ് പോയിൻറ്റ്. അതായത് ഷാഫ്റ്റിൻ്റെ മിഡിലായിട്ട് ഒരു മാസ് ഉണ്ട്, അതിൻ്റെ വാല്യൂ ആണ് 1 കിലോഗ്രാം. സോ മിഡിലായിട്ടാണ് ഈ 1 കിലോഗ്രാം ആക്ട് ചെയ്യുന്നത്. അത് ഈ ഒരു പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, 1 കിലോഗ്രാം. ഓക്കെ, ഇനി ഡെൻസിറ്റി ഓഫ് ദി ഷാഫ്റ്റ് മെറ്റീരിയൽ ഈസ് 50 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ ഡെൻസിറ്റി റോ ആണ്. റോ ഈക്വൽ ടു 50 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. യങ്സ് മോഡുലസ് 200 giganewton per meter square. സോ E = 200 giganewton per meter square. ജിഗാന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് × 10⁹ ചെയ്യുക. അതാണ് നെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. 200 × 10⁹ Newton per meter square. Assume the shaft to be freely supported. അപ്പോൾ രണ്ട് എൻഡുകളും നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറും ഗിവൺ ഡാറ്റയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഫസ്റ്റ് നമ്മൾക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. I = π/64 × D⁴.
ഡയമീറ്റർ ഡി നമ്മൾക്ക് ഗിവൺ ആണ്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും π/64 ഇൻറ്റു 0.02 ഓൾ റേസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 7.85 ഇൻറ്റു 10⁻⁹ മീറ്റർ റേസ് 4. ഇനി ഇവിടെ നമ്മൾക്ക് മാസ്, അതായത് ഷാഫ്റ്റിൻ്റെ മാസ് ഗിവൺ അല്ല. സോ ദാറ്റ് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ ഷാഫ്റ്റിൻ്റെ യൂണിറ്റ് ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഏരിയ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് വെയിറ്റ് ഓഫ് ദി ഷാഫ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. സ്മോൾ ഡബ്ല്യു ഈക്വൽ ടു റോ എ ജി. ഇതിൽ റോ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമുക്ക് π/4 d² ആണ്, ജി നമ്മൾക്കറിയാം. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. റോ 50 ആണ്, ഇൻറ്റു π/4 d 0.02 സ്ക്വയർ ഇൻറ്റു 9.81 നമുക്ക് കിട്ടുന്നതാണ് 0.154 ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ ഇതാണ് സ്മോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ. ഇനി ഇത് കൂടാതെ ഈ ഒരു നമ്മൾക്ക് ഇവിടെ ക്രിട്ടിക്കൽ സ്പീഡ് അല്ലെങ്കിൽ വേളിംഗ് സ്പീഡാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് ഡങ്കർലീസ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഡങ്കർലീസ് ഇക്വേഷൻ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. FN ഈക്വൽ ടു 0.4985 ഡിവൈഡഡ് ബൈ √Δ1 പ്ലസ് Δs ഡിവൈഡഡ് ബൈ 1.27. ഇതിൽ Δ1 എന്ന് പറയുന്നത് ഇവിടെ ഒരു ലോഡ് മാത്രമേ ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്നുള്ളൂ. 1 കിലോഗ്രാം എന്നുള്ളത് മിഡിലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ Δ1 മാത്രമേ വരത്തുള്ളൂ. പിന്നെ വരുന്നതാണ് Δs, അതായത് ഷാഫ്റ്റിൻ്റെ സെൽഫ് വെയിറ്റ് കാരണമുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പോൾ നമുക്കിവിടെ Δ1 ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. Δ1ൻ്റെ ഇക്വേഷൻ ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, ലോഡ് ആക്ട് ചെയ്യുന്നത് മിഡിലാണ്. സോ ദാറ്റ് Δ1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴേക്കും WL³ ഡിവൈഡഡ് ബൈ 48EI. ഡബ്ല്യുവിൻ്റെ വാല്യൂ നമ്മൾക്ക് 1 ഇൻറ്റു 9.81 ചെയ്യണം, കാരണം 1 കിലോഗ്രാം ആണ്. അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 9.81 ഇൻറ്റു 0.5 ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ 48 ഇൻറ്റു 200 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 7.85 ഇൻറ്റു 10⁻⁹. നമ്മൾക്ക് Δ1ൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് 16.27 ഇൻറ്റു 10⁻⁻6 മീറ്റർ എന്നുള്ളത്. ഇനി സെൽഫ് വെയിറ്റ് കാരണമുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ നമുക്ക് ഇക്വേഷൻ അറിയാം. Δs ഈക്വൽ ടു 5/384 ഇൻറ്റു സ്മോൾ ഡബ്ല്യു ഇൻറ്റു L⁻⁴ ഡിവൈഡഡ് ബൈ EI. ഇതിൽ W, L, E, I ഇതിൻ്റെ എല്ലാം വാല്യൂ നമുക്കറിയാം. അത് സെക്കൻഡ് സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ട് കാണാം. നമുക്ക് Δsൻ്റെ വാല്യൂ കിട്ടുന്നതാണ് 7.98 ഇൻറ്റു 10⁻⁻8 മീറ്റർ. ഇനി നമ്മൾക്ക് ഡങ്കർലീസ് ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ്, അതായത് Δ1ഉം Δsഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾക്ക് FN നാച്ചുറൽ ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് നെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. 0.49 ഡിവൈഡഡ് ബൈ √16.27 ഇൻറ്റു 10⁻⁻6 പ്ലസ് 7.98 ഇൻറ്റു 10⁻⁻8 ഡിവൈഡഡ് ബൈ 1.27 നമ്മൾ കിട്ടുന്നതാണ് 123.35 ഹെർട്സ്. ഈ ഒരു വാല്യൂ അറിയാമെങ്കിൽ ക്രിട്ടിക്കൽ സ്പീഡ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഇൻറ്റു 6 ചെയ്താൽ മതി. അപ്പോൾ ക്രിട്ടിക്കൽ സ്പീഡ് ഈക്വൽ ടു FN ഇൻറ്റു 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 123.35 ഇൻറ്റു 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 7401 RPM. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്പീഡ് അല്ലെങ്കിൽ വേളിംഗ് സ്പീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്.